ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് മിൽക്കിലേക്ക് പോവാം. കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാം മിൽക്ക് ഒരു 87% ഓഫ് മിൽക്കും വാട്ടർ ആണ്. നമുക്ക് അറിയാം 86 to 87% വാട്ടർ ആണ് മിൽക്കിന്റെ. റെസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ് അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ തന്നെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ തന്നെ നമ്മൾ 3 ഡിഫറെന്റ് പാർട്ടായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേജർ കോൺസ്റ്റിറ്റ്യുവൻസ്, മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ്. അതിൽ നമ്മൾ മേജർ ആയിട്ട് വരുന്നത് നമുക്കറിയാവുന്ന പോലെ ഓൾമോസ്റ്റ് 87% വാട്ടർ ആണ്. പിന്നെ ഫാറ്റ് ആണ് സെക്കൻഡ്. ഫാറ്റ് 4.6 വരും കൗ മിൽക്കിലാണെങ്കിൽ. ഈ കോമ്പോസിഷനിൽ തന്നെ വാട്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ് ആ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം തന്നെ അക്കോർഡിംഗ് ടു സ്പീഷ്യസിനനുസരിച്ച് ഡിഫറെന്റ് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബഫലോനെ എടുക്കുകയാണെങ്കിൽ ബഫലോയ്ക്ക് ഒരു 6 to 8% ഫാറ്റ് വരുന്നുണ്ട്. പക്ഷെ ഹ്യൂമൻ മിൽക്കിൽ കമ്പാരിറ്റീവ്ലി ഫാറ്റ് കുറവാണ്. 3.6% ഫാറ്റ് ഹ്യൂമൻ മിൽക്കിൽ വരുന്നുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ലാക്ടോസ് കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ലാക്ടോസ് കണ്ടന്റ് 6.8% ഹ്യൂമൻ മിൽക്കിലാണ് വരുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ സ്പീഷ്യസ് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് വേരീസ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പൊ നമ്മളോട് ഇപ്പൊ ക്വസ്റ്റ്യനിൽ ബേസിക് ആയിട്ട് എന്താ ഇപ്പൊ ബഫലോ മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 to 8% അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ആൻസർ ആണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം ഇപ്പൊ കൗ, ബഫലോ, ഗോട്ട് ഓപ്ഷൻ തന്നിട്ട് വിച്ച് ഓഫ് ദ സ്പീഷ്യസ് ഈസ് ഹാവിങ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ലാക്ടോസ് അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഹ്യൂമൻ മിൽക്കിനാണ് ആൻസർ ചെയ്യുക. അതുപോലെ ഹ്യൂമൻ മിൽക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ ആഷ് കണ്ടന്റ് ഭയങ്കര കുറവാണ്. 0.1% ആഷ് കണ്ടന്റ് ഹ്യൂമൻ മിൽക്കിലുള്ളൂ. അപ്പൊ നമ്മൾ ഇനി മേജർ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്ന കാര്യങ്ങളാണ് വാട്ടർ, ഫാറ്റ്, ലാക്ടോസ്, പ്രോട്ടീൻ, ആഷ്, മിനറൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മിനറൽസിൽ തന്നെ നമുക്കറിയാം മിൽക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന മിനറൽസ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം അതൊക്കെയാണ് മിൽക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മിനറൽസ്. പിന്നെ മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ മിൽക്കിന്റെ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മിൽക്ക് മറ്റുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റാനൊക്കെ ആ മിൽക്കിന് അതിന്റെ ഒരു നേച്ചർ കൊടുക്കുന്ന സ്മോൾ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് ഒരു നാച്ചുറൽ എമൽസിഫയർ ആണ്. സ്റ്റിറോൾസ്, വൈറ്റമിൻസ്, എൻസൈംസ്, പിഗ്മെന്റ്സ് അതെല്ലാം മിൽക്കിന്റെ മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വരും. പിന്നെ ഉള്ളതാണ് ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ്. ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ മിൽക്കിൽ നമ്മൾ വേറെ ഇതിലൊന്നും കാണാതെ മിൽക്കിൽ മാത്രമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മിൽക്ക് ഫാറ്റ്, കസീൻ ആൻഡ് ലാക്ടോസ്. അത് നമ്മൾ വേറൊരു ഫുഡ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് അങ്ങനെ അത് കാണാൻ പറ്റില്ല. കസീൻ, ലാക്ടോസ് എന്നൊക്കെ പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ടു മിൽക്കിന് മാത്രമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രൂ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയാണ് നമ്മൾ ബേസിക് ഒരു മിൽക്കിന്റെ കോമ്പോസിഷൻ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അറിയേണ്ടത്. പിന്നെ നമ്മൾ ടേബിൾ ആയിട്ട് ഫെമിലിയർ ആയിരിക്കണം. ഏത് സ്പീഷ്യസിനാണ് കൂടുതൽ ഫാറ്റ്, ഏത് സ്പീഷ്യസിനാണ് കുറവ് ഫാറ്റ്, അതുപോലെ ഏത് സ്പീഷ്യസിനാണ് ലാക്ടോസ്, പ്രോട്ടീൻ, ആഷ് ഏത്. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വേണം ഇന്ന സ്പീഷ്യസിനാണ് ഈ കണ്ടന്റ് കൂടുതൽ, ഇന്ന സ്പീഷ്യസിന് ഇത് കുറവാണ് എന്നുള്ളത്. പിന്നെ നോർമലി നമ്മളോട് ഇപ്പോ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 87% വരെ വാട്ടർ ആണ്, ബാക്കി ഒരു 3 to 4% ഫാറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീനും നമുക്കൊരു 3 to 4% പറയാം. ലാക്ടോസ് ഒരു 4 to 5% പറയാം. ആഷ് ഒരു 0.7 to 0.8% റേഞ്ച് പറയാം. ഇപ്പൊ നോർമലി ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക് ആണ് ചോദിച്ചതെങ്കിൽ അപ്പൊ നമ്മൾ അത് ഈ ടേബിൾ നോക്കി ഈ ടേബിൾ ഫെമിലിയർ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കോമ്പോസിഷനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മിൽക്കിനെ ടോട്ടലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 87% വാട്ടർ ആണ്. ബാക്കി വരുന്ന വാട്ടർ അല്ലാതെ വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലാണ് നമ്മുടെ ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽ, ആഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ടോട്ടൽ സോളിഡ് എന്ന് പറയുമ്പോൾ. ഈ ടോട്ടൽ സോളിഡിനെ തന്നെ നമ്മൾ രണ്ടാക്കി മാറ്റുന്നുണ്ട്. അതായത് ഫാറ്റ് ഒരു പെർസെൻറ്റേജ്, ഫാറ്റ് ഒരു ഭാഗവും ഫാറ്റ് അല്ലാത്ത കാര്യങ്ങൾ അതാണ് സോളിഡ്സ് നോട്ട് ഫാറ്റ്. ഫാറ്റ് അല്ലാത്ത കാര്യങ്ങൾ SNF. അതിനെയും അങ്ങനെ രണ്ട് ടോട്ടൽ സോളിഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ SNF വരുന്നതാണ് നമ്മുടെ ലാക്ടോസ്, പ്രോട്ടീൻ, മിനറൽ, അതർ മൈനർ കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ. ഫാറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയും. അപ്പം അങ്ങനെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മൈനർ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ. ഇത് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്.
പിന്നെ അടുത്തതാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കോമ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ. ഇപ്പൊ കൊളസ്ട്രോൾ ഈസ് ദ ഫസ്റ്റ് മിൽക്ക് സെക്രീറ്റഡ് ഫ്രം എ കൗ ആഫ്റ്റർ കാവിങ്. അതായത് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പാലാണ് കൊളസ്ട്രോൾ. അത് ഓൾമോസ്റ്റ് ഒരു 5 days വരെ കൊളസ്ട്രോളത്തിന്റെ കോമ്പോസിഷൻ. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 days ആഫ്റ്റർ കാവിങ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 5 days കിട്ടുന്നതാണ് കൊളസ്ട്രോൾ. അപ്പൊ നമുക്ക് ഈ ടേബിളിൽ നോക്കിയാൽ തന്നെ വിസിബിൾ ആണ് എന്താണ് ഒരു നോർമൽ ഹോൾ മിൽക്കും അല്ലെങ്കിൽ കൊളസ്ട്രോൾ മിൽക്കും തമ്മിലുള്ള കോമ്പോസിഷന്റെ ഡിഫറൻസ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിന്റെ കണ്ടന്റ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ആന്റിബോഡീസ്, അങ്ങനത്തെ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന കാര്യങ്ങൾ. അത് തന്നെ IgA, IgG, അങ്ങനെ IgE, അങ്ങനെ കുറെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ ഹ്യൂമൻ മിൽക്കിനെ കൺസിഡർ ചെയ്യുമ്പോഴും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താ, അതിന്റെ ബേബിക്ക് ആവശ്യമുള്ള എല്ലാം കൊടുക്കണം. അതിന്റെ ബേബിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നതാണ് കൊളസ്ട്രോൾ. അപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് യൂഷ്വലി എക്സ്ക്ലൂസീവ്ലി ഫോർ നമ്മൾ കാവ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ കണ്ടന്റ് ആണ് കൊളസ്ട്രോളത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം. 6% അതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. അതുപോലെ ഫാറ്റ് കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും കൂടുതലായിരിക്കും. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു 14% പ്രോട്ടീൻ വരുന്നുണ്ട്. അതുപോലെ 6.7% നമുക്ക് ഫാറ്റും വരുന്നുണ്ട് കൊളസ്ട്രോളിൽ. കാരണം കാർബ്സിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് അവർക്ക് ഒത്തിരി എനർജി ഒക്കെ വേണ്ടിവരും. ബ്രെയിൻ ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മസിൽസ്, അവരുടെ ബോഡി ഒക്കെ ഡെവലപ്പ് ആവുന്ന സമയം അപ്പോഴാണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എനർജി, ബോഡി ബിൽഡിംഗ് എന്നൊക്കെ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ. ടോട്ടൽ പ്രോട്ടീൻ പെർസെൻറ്റേജ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതുപോലെ ഫാറ്റ്, അതെല്ലാം കൊളസ്ട്രോളിൽ ഹോൾ മിൽക്കിനെക്കാളും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ കൊളസ്ട്രോൾ ഹോൾ മിൽക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവണം, കൊളസ്ട്രോൾ ഹോൾ മിൽക്കും സെയിം അല്ല. ഇപ്പൊ നമ്മളോട് മേ ബി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ദ കോമ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ ആൻഡ് ഹോൾ മിൽക്ക് ആർ സിമിലർ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊക്കെ ഒരു ഇതിൽ എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ടേബിൾ ഇൻക്ലൂഡ് ചെയ്തത്, കോമ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ. നെക്സ്റ്റ് നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു പാൽ അല്ലെങ്കിൽ ഓരോ കാഫിന് കിട്ടുന്ന മിൽക്കിന്റെ കോമ്പോസിഷന് പോലും ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ആ കൗ വളരുന്ന ഇതിന്റെ എൻവയോൺമെന്റിന്റെ, അതിനെ മിൽക്ക് ചെയ്യുന്നതിന്റെ, അതിന്റെ ഏജ്, സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ, ഈവൻ ദ സീസൺ, ഇതിന് പോലും ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ബേസിക്കലി കുറച്ച് ഫാക്ടേഴ്സ് ആണ് ബേസിക് കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ആദ്യത്തെയാണ് സ്പീഷ്യസ്, ബ്രീഡ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ സ്പീഷ്യസിനനുസരിച്ചും കോമ്പോസിഷൻ ഓഫ് മിൽക്ക് ഡിഫറെന്റ് ആണ്. അതുപോലെ ഒരു സ്പീഷ്യസിൽ തന്നെ ബ്രീഡിനനുസരിച്ച് ഡിഫറൻസ് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൗവിനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള കൗ ആണ് ഒന്ന് HF, പിന്നെ ഒന്ന് ജേഴ്സി. അങ്ങനെ നോക്കുമ്പോൾ HF കൺസിഡർ ചെയ്യുമ്പോൾ HF എമൗണ്ട് ഓഫ് മിൽക്ക് കൂടുതലാണ്, പക്ഷെ ഫാറ്റ് കണ്ടന്റ് കുറവാണ്. ജേഴ്സിക്ക് എമൗണ്ട് ഓഫ് മിൽക്ക് കുറവാണ്, പക്ഷെ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഓരോ ബ്രീഡിനെ വെച്ച് ഇതിന് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ബ്രീഡ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ ബ്രീഡ് അതിന്റെ ഫാറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ വാട്ടർ പെർസെൻറ്റേജ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, പ്രോട്ടീൻ പെർസെൻറ്റേജ് എല്ലാം. ഇനി ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഓരോ കൗവും ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ പറയാം ഓരോ ഹ്യൂമനും ഡിഫറെന്റ് ആണ്, അതുപോലെ ഓരോ കൗവും ഡിഫറെന്റ് ആണ്. അപ്പം അവരുടെ ആ ഒരു ജനറ്റിക് മേക്കപ്പിനനുസരിച്ചും ഫാക്ടേഴ്സ് ഓഫ് കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ ഡിഫറൻസ് വരാം. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ഇന്റർവൽ ഓഫ് മിൽക്കിംഗ്. ഇന്റർവൽ ഓഫ് മിൽക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ യൂഷ്വലി കേരളത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ കറവ ചെയ്യാറ്. മോർണിംഗിലും ചെയ്യും, ഈവനിങ്ങിലും ചെയ്യും. അപ്പോൾ ഈ മോർണിംഗ് ഈവനിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്റർവൽ ഓഫ് മിൽക്കിംഗ് എപ്പോഴും ഫിക്സ് ചെയ്യണം. അതായത് രാവിലെ ഒരു 9 മണിക്ക് ചെയ്തു, ഈവനിങ് 2 മണിക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഇന്റർവൽ വളരെ കുറവാണ്. അപ്പൊ ഇന്റർവൽ ഓഫ് മിൽക്കിങ്ങിനനുസരിച്ചും ഈ കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ ഡിഫറൻസ് വരാം. നമ്മളിപ്പോ രാവിലെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ആൾക്കാർ കറക്കുന്ന സമയം ഒരു 2 to 3 o'clock, ഈവനിങ് 2 മണി മുതൽ 3 മണി വരെ ഉള്ള ആ ഒരു സമയത്തിന്റെ ഇടയിലാണ്
നമ്മൾ യൂഷ്വലി കറക്കാം. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് നമ്മൾ കറക്കുന്നത് ഒരു 5 മണി തൊട്ട് 6 മണി വരെയുള്ള ആ ഒരു സമയത്തായിരിക്കും. അപ്പൊ നമുക്ക് ആ കറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും മോർണിംഗ് മിൽക്കിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, പക്ഷെ അതിൽ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. അതുപോലെ ഈവനിങ്ങിൽ ഇതിന്റെ വൈസ് വേഴ്സ. എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം, ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കൂടുതലാണെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. അത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് കീപ് ചെയ്യണം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു സെയിം ഇന്റർവെൽ നമുക്ക് ഇപ്പൊ ഒരു 12 hours ഇന്റർവെൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ മിൽക്കിന്റെ കോമ്പോസിഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഒരു ഫാർമറിന് കിട്ടും. ഈവനിങ് ഒരു 4 o'clock മിൽക്ക് ചെയ്യുന്ന ഫാർമർ മോർണിംഗ് ഒരു 4 o'clock മിൽക്ക് ചെയ്യുന്നെങ്കിൽ ആ 12 hours ഇന്റർവെൽ കീപ്പ് ചെയ്യാൻ പറ്റും. ആളുടെ മിൽക്കിൽ ഒരു ഈ ഓൾമോസ്റ്റ് സിമിലർ കോമ്പോസിഷൻ കിട്ടും മോർണിംഗ് ആൻഡ് ഈവനിങ് മിൽക്ക്. അതാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് മിൽക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് പോയിന്റ് ആണ് കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ്. ഈ ഒരു പോയിന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാർമറിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴും. പലരും കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ് കുറെ പേരിങ്ങനെ പശുവിനെ കറക്കുമ്പോൾ ലാസ്റ്റ് സ്ട്രിപ്പിങ്സ് പ്രോപ്പർ ആയിട്ട് എടുക്കാറില്ല. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള പാലിൽ ഫാറ്റ് പെർസെൻറ്റേജ് കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് കറക്കുന്ന പാലിനും ലാസ്റ്റ് കറക്കുന്ന പാലിനും, അതായത് ഫസ്റ്റ് വരുന്ന 4 മിൽക്ക് ഫാറ്റും 1% ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ സ്ട്രിപ്പിങ്സ് എന്ന് പറയുന്നത്. അതിലുള്ള ഫാറ്റ് കണ്ടന്റ് ഓൾമോസ്റ്റ് ഒരു 10% ആയിരിക്കും. അതായത് ഒരു ഹോൾ മിൽക്കിന് നമ്മൾ കറന്നെടുക്കുന്ന മൊത്തം പാലിന്റെ ഒരു 70 to 90% ഓഫ് ഫാറ്റ് കണ്ടന്റും സ്ട്രിപ്പിങ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കറന്നെടുത്ത പാലിൽ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. അതൊരു ഫാർമറിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ എന്താ, ഫാറ്റ് കണ്ടന്റ് കുറയും തോറും ആൾക്ക് കിട്ടുന്ന പൈസ കുറയും. അതുകൊണ്ട് കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ് ഓൾസോ അഫക്ട് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് നമ്മൾ ഫാമേഴ്സിനോട് എപ്പോഴും പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നത്തെ ഉള്ളതാണ് ഏജ്, സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ ആൻഡ് സീസൺ. ഏജ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളാണെങ്കിലും ഇപ്പം ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഈവൻ ഒരു എനിമലിനെ കൺസിഡർ ചെയ്താലും അതിനൊരു പീക്ക് ഏജ് ഉണ്ട്. അതുപോലെ കാഫായിട്ട് തുടങ്ങി ഒരു മെച്യൂർ കൗവായി കാവിംഗ് ഒക്കെ കഴിഞ്ഞൊരു 3, 4, 5 കാവിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. അതിന്റെ മിൽക്ക് ക്വാളിറ്റി ഓഫ് മിൽക്ക് കുറയും, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കും കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഏജ് കോമ്പോസിഷൻ ഓഫ് മിൽക്കിനെ എഫക്ട് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ. സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ എന്ന് പറയുമ്പോൾ പശു ഏത് സമയത്താണ്, അതായത് നമ്മളിപ്പോ ഒരു പശുവിനെ വളർത്തുമ്പോൾ അത് പ്രസവിക്കുന്നതിന് മുമ്പ്, ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ജസ്റ്റേഷൻ പീരീഡിന് മുമ്പ് നമ്മളൊരു ജസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പശുവിന് ഒരു ഡ്രൈ പീരീഡ് എന്ന് പറഞ്ഞൊരു ടൈം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് യൂഷ്വലി നമ്മൾ പശുവിനെ മിൽക്ക് ചെയ്യാറില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എന്താ, ആ സമയത്ത് ഉള്ള കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. മിൽക്ക് ഉണ്ടാവും, പക്ഷെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ കറക്കാത്തോണ്ട് ആ കോമ്പോസിഷൻ മെല്ലെ മെല്ലെ മാറി, അതുപോലെ ക്വാണ്ടിറ്റിയും കുറഞ്ഞ് മിൽക്ക് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈ പീരീഡ് കഴിഞ്ഞ് പശു പ്രസവിച്ച് കഴിയുമ്പോൾ വരുന്ന മിൽക്ക് കൊളസ്ട്രം. അതിന്റെ കോമ്പോസിഷൻ വേറെയാണ്. അതിങ്ങനെ 5 days കഴിയുമ്പോഴേക്കും കൊളസ്ട്രത്തിന്റെ കോമ്പോസിഷൻ മാറി ഹോൾ മിൽക്കിന്റെ കോമ്പോസിഷനിലേക്ക് എത്തും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതിന് ഒരു പീക്ക് ഈൽഡ് ടൈം ഉണ്ട്. ഓരോ പശുവിനും ഒരു ലാക്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പീക്ക് ഈൽഡ് ടൈം ഉണ്ടാവും. ആ പീക്ക് ഈൽഡ് ടൈമിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. അങ്ങനെ പിന്നെയും നമ്മൾ പിന്നെയും കുത്തിവെക്കും, പശു പ്രഗ്നന്റ് ആവും. അങ്ങനെ ആ ഒരു സമയത്തും കോമ്പോസിഷൻ ഡിഫറെന്റ് ആവും. അതാണ് നമ്മൾ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീസൺ എന്ന് പറയുന്നത് നമ്മൾ ലീൻ സീസൺ എന്നും പറയും, അതുപോലെ ഫ്ലഷ് സീസൺ എന്നും പറയാറുണ്ട്. അങ്ങനെ 2 സീസണാണ് യൂഷ്വലി നമ്മൾ പറയാം. ലീൻ സീസൺ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ സമ്മർ മന്ത്സിലൊക്കെ പശുവിന് പാല് കുറവായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, അവരുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും, ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഇതൊക്കെ കാരണം. അതുകൊണ്ടാണ് സീസണലിയും ഇതിനെ കോമ്പോസിഷനെ എഫക്ട് ചെയ്യും എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഈൽഡ്, ബേസിക്കലി ഈൽഡും ക്വാണ്ടിറ്റിയാണ് ഇതിനെ ഈ കോമ്പോസിഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഹയർ ദ ഈൽഡ്, ലോവർ ദ ഫാറ്റ് കണ്ടന്റ്. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം ഈ ഒരു പോയിന്റ്, ഹയർ ദ ഈൽഡ് ലോവർ ദ ഫാറ്റ് കണ്ടന്റ് എന്നുള്ള പോയിന്റ്. പിന്നെ ഫീഡിങ്, ഡിപ്പെൻഡിങ് ഓൺ ഫീഡിങ് കോമ്പോസിഷൻ ഓഫ് മിൽക്കിന് ചേഞ്ച് വരാം. ഇപ്പം ഗ്രീൻ ഗ്രാസ് മാത്രം അല്ലെങ്കിൽ ഗ്രീൻ ഫോഡർ മാത്രം കൊടുക്കുന്ന ഒരു പശുവിന്റെ പാലും സൈലേജോ
മാത്രം കൊടുക്കുന്ന ഒരു പശുവിന്റെ പാലിന്റെ കോമ്പോസിഷനും ഡിഫറെന്റ് ആയിരിക്കും. അത് ആ ഫീഡിങ്ങിനനുസരിച്ച് കോമ്പോസിഷൻ ഡിഫർ ചെയ്യും. ഡിസീസസ് ഓർ അബ്നോർമൽ കണ്ടീഷൻ. ഡിസീസസ് ഓർ അബ്നോർമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, മാസ്റ്റൈറ്റിസ്. മാസ്റ്റൈറ്റിസ് ഉള്ള പശുവിന്റെ മിൽക്ക് ആൽക്കലൈൻ ആയിരിക്കും, അതിൽ സൊമാറ്റിക് സെൽസ് കൂടുതലായിരിക്കും, അതിന്റെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ പശുവിന് എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയമാണെങ്കിൽ ആ വരുന്ന കോമ്പോസിഷനിലും ഡിഫറൻസ് ഉണ്ടാവും. അത് ഓൾറെഡി പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ. ഇപ്പൊ ഈ ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്. അത് യൂഷ്വലി നമ്മൾ പശുവിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പാൽ കുറവുള്ള പശുക്കളിൽ പാല് കൂട്ടാൻ വേണ്ടി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒന്നാണ് ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ. അത് ഈ പോസ്റ്റിലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള FDA അപ്രൂവ് ചെയ്തിട്ടുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അസോസിയേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആ മരുന്നിന്റെ പേരാണ് പോസിലാക്ക്, ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ. അതാണ് ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ നമ്മൾ പറയുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്റർവൽ ഓഫ് മിൽക്കിംഗ്, കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ്, ഈൽഡ്, പിന്നെ എല്ലാം സാധാരണ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ, ഏജ്, സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ, സീസൺ, അതെല്ലാം എഫക്ട് ചെയ്യും എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ബേസിക്കലി ഫോർ മിൽക്ക് ഫാറ്റ്, സ്ട്രിപ്പിംഗ് സി, കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ്, ഇന്റർവൽ, ഈൽഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ ഇതാണ് കോമ്പോസിഷൻ ഓഫ് മിൽക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടോട്ടൽ പ്രോട്ടീന്റെ 80% കസീനും 20% വേയും ആണെന്ന്. മിൽക്ക് പ്രോട്ടീനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കസീൻ ആൻഡ് വേ. അതിൽ കൗ ഓർ ബഫലോ മിൽക്കിലും 80% കസീനും 20% വേയും ആണ്. അതുപോലെ ഹ്യൂമൻ മിൽക്കിൽ 40% കസീനും 60% വേയും ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം ഇൻ കേസ് എന്തെങ്കിലും MCQs ചോദിച്ചാൽ. ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ടോട്ടൽ സോളിഡിലെ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ലാക്ടോസ് ആണ്. അതും ഈ ഒരു സെൻസ് നമ്മൾ യൂഷ്വലി ഇപ്പൊ പറഞ്ഞ കൗ മിൽക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മേ ബി ഇത് ഓരോ സ്പീഷീസിനനുസരിച്ച് ഡിഫറൻസ് വരാം. കാരണം യൂഷ്വലി ചിലപ്പോൾ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ, ഇപ്പൊ ബഫലോ മിൽക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ സോളിഡില് ഫാറ്റ് കണ്ടന്റ് ആണ് കൂടുതൽ. ടോട്ടൽ സോളിഡ് എന്നാ ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അതിൽ ഫാറ്റ് കണ്ടന്റ് ആണ് കൂടുതൽ. ഇത് ബേസിക്കലി കൗ മിൽക്കിനെ റെഫർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ മിൽക്കിനെ റെഫർ ചെയ്തിട്ട് ചോദിച്ചാലും ഇത് ശരിയാണ്. പിന്നെ സോലുബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതായത് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഓരോ കോൺസ്റ്റിറ്റ്യൂവൻസും ഓരോ രീതിയിലാണ് മിൽക്കിൽ കാണുന്നത്. മിൽക്ക് ആസ് എ ഹോൾ എന്താന്ന് ചോദിച്ചാൽ, മിൽക്ക് ആസ് എ ഹോൾ ഈസ് ആൻ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ്. മിൽക്ക് ആസ് എ ഹോൾ എന്താന്ന് ചോദിച്ചാൽ അതൊരു എമൽഷൻ ആണ്, കൊളോയിഡ് ആണ്. കൊളോയിഡിൽ തന്നെ നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവും, ഒരു ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ടാവും. അപ്പൊ മിൽക്ക് എന്ന് പറയുന്നത് ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ആണ് ഡിസ്പേഴ്സിങ് മീഡിയം. പിന്നെ ഓയിലാണ് അതിൽ ഡിസ്പേഴ്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ സോലുബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് മിൽക്കില് സോലുബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താ, അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാ? ലാക്ടോസ്, വേ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെ മിൽക്കിൽ ട്രൂ സൊല്യൂഷൻ ആയിട്ട്, അതായത് മിൽക്കിൽ സോലുബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. മൂന്നെണ്ണാണ് ലാക്ടോസ്, വേ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ഇനി കൊളോയിഡൽ സസ്പെൻഷൻ, കൊളോയിഡൽ ഫോമിൽ ഇരിക്കുന്നതാണ് കെസിൻ. അപ്പോ ഹാസ് എ പ്രോട്ടീൻ എന്ന് ചോദിച്ചാലും, പ്രോട്ടീൻ നമ്മൾ യൂഷ്വലി പ്രോട്ടീൻ എങ്ങനെയാ മിൽക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊളോയിഡൽ സസ്പെൻഷൻ എന്നാണ് പറയാ. കാരണം കസീൻ ആണ് 80%. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, കസീൻ കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ടും വേ പ്രോട്ടീൻ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ സോലുബിൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് മിൽക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിൽക്ക് ആസ് എ ഹോൾ, ഫാറ്റ് ഇൻ ഓയിൽ, ഫാറ്റ് ഇൻ വാട്ടർ എമൽഷൻ ആണെന്ന്. അതാണ് എമൽഷൻ ഫോമിലാണ് ഫാറ്റ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം കോമ്പോസിഷനിൽ. ഇനി എനർജി റിലേറ്റഡ് വിത്ത് മിൽക്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. നമ്മുടെ ഓരോ മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് കഴിക്കുമ്പോഴും ഓരോ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കലോറി ഉണ്ട് ടോട്ടൽ. അപ്പൊ നമ്മളൊരു കൗ മിൽക്ക് കുടിച്ചാൽ, ഒരു 100 ഗ്രാം കൗ മിൽക്ക് നമ്മൾ കഴിച്ചാൽ നമുക്ക് 75 കാലറീസ് കിട്ടും. അതുപോലെ ബഫലോ മിൽക്ക് കഴിച്ചാൽ 100 ഗ്രാം കഴിച്ചാൽ 100 കാലറി കിട്ടും. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ബഫലോ മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. നിങ്ങൾ നോക്കിയറിയാം മിൽക്ക് ഫാറ്റിന്റെ കാലറി എന്ന് പറയുന്നത് 9.3 ആണ്. അത് ഓട്ടോമാറ്റിക്കലി ബഫലോ മിൽക്കിന്റെ
കാലറി കൂടുതലായിരിക്കും, കാരണം ബഫല്ലോ മിൽക്കിൽ മിൽക്ക് ഫാറ്റ് കൂടുതലുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. മേ ബി ചോദിക്കാം. ഇതില് ലാക്ടോസ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീനും സെയിം കാലറി ആണ്, അത് മറക്കരുത്. അത് ലാക്ടോസ് പ്രോട്ടീൻ അല്ല, കാർബോഹൈഡ്രേറ്റ്സിനും പ്രോട്ടീൻസിനും സെയിം എനർജി ആണ്, 4.1 കാലറി പെർ ഗ്രാം ആണ്. പിന്നെ നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, FSSAI സ്റ്റാൻഡേർഡ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട് FSSAI സ്റ്റാൻഡേർഡ്സ്. FSSAI സ്റ്റാൻഡേർഡ്സ് 2017 റിവൈസ് ആയിട്ട് വന്ന പുതിയ സ്റ്റാൻഡേർഡ് ആണിത്. ഇതിൽ നോർമലി നമ്മൾ കൗ മിൽക്ക് എന്ന് പറയുമ്പം എന്താണ് നോർമൽ ഒരു കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ഫാറ്റ് എത്ര പെർസെന്റേജ് SNF ആണ്. ഈ ടേബിള് 3.2 8.3, ഇത് പ്രയർ 3യും 8.5 ആയിരുന്നു, ഇപ്പോഴാണ് അത് മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇതാണ് പുതിയ സ്റ്റാൻഡേർഡ്. മേ ബി പഴയ സ്റ്റാൻഡേർഡും കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ പുതിയ സ്റ്റാൻഡേർഡ് ആണ് എഴുതേണ്ടത്. മിൽക്ക് ഫാറ്റ് 3.2 ആണ്. അതുപോലെ മിനിമം മാക്സിമം ശ്രദ്ധിക്കണം. മേ ബി അതും ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് ആയിരിക്കാം, മിനിമം മാക്സിമം അങ്ങനെ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ ആ മിനിമം മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്കിംഡ് മിൽക്കിൽ പറയുമ്പോൾ, സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാറ്റ് റിമൂവ് ചെയ്യുന്ന മിൽക്കാണ്. ഹോൾ മിൽക്കിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്യുന്ന മിൽക്കാണ് സ്കിം മിൽക്ക്. അപ്പൊ സ്കിം മിൽക്കിന്റെ മിൽക്ക് ഫാറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ മാക്സിമം 0.5%, മാക്സിമം 0.5% വരാവുള്ളൂ. അതിൽ കൂടുതൽ ഫാറ്റ് പാടില്ല. അതുപോലെ പല പല ടൈപ്പ് ഓഫ് ബഫല്ലോ മിൽക്ക് 5.9, ഗോട്ട് മിൽക്ക് 3.8, ഷീപ്പ് മിൽക്ക് 3.9, അങ്ങനെ നമുക്ക് ഈ ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നോർമലി സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് നമുക്ക് ഫാറ്റ് കൂടുതലുള്ള മിൽക്കാണ്. 4.5 8.5 ആണ് അതിന്റെ ഫാറ്റ് വരാ. മിക്സ്ഡ് മിൽക്ക് എന്ന് പറയുമ്പം കൗ മിൽക്ക് ബഫല്ലോ മിൽക്ക് അത് മിക്സ് ചെയ്ത് വരുന്നത്. ഇപ്പൊ അമൂലിന്റെയിലൊക്കെ കൗവും ബഫല്ലോ മിക്സ് ചെയ്താ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 4.5 8.5. അതുപോലെ ടോൺഡ് ആൻഡ് ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, ഇതൊക്കെ നമ്മുടെ മിൽമയ്ക്കുള്ള മിൽക്കാണ്. മിൽമയില് കൗ മിൽക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ മിൽക്കാണ് മിൽമയുടെ പാക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്? സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് ഉണ്ട്, ടോൺഡ് ഉണ്ട്, ഡബിൾ ടോൺഡ് ഉണ്ട്. അപ്പൊ ടോൺഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി 3 8.5 ആണ് ഫാറ്റ് ആൻഡ് SNF പറയുന്നത്. ഡബിൾ ടോൺഡ് പറയുമ്പോൾ 1.39. റീകമ്പൈൻഡ് മിൽക്ക്, പിന്നെ സ്കിംഡ് മിൽക്ക്, ഫുൾ ക്രീം ഉണ്ട്. നമ്മുടെ റെഡ് പാക്കറ്റ് ആണ് യൂഷ്വലി. ഹൈ ഫാറ്റ് മിൽക്ക് ആണ്, അത് 6.9 ആണ് അതിന്റെ. ഇതിൽ ഫുൾ ക്രീം, ഡബിൾ ടോൺ, ടോൺഡ്, മിക്സ്ഡ് മിൽക്ക്, സ്റ്റാൻഡേർഡൈസ്ഡ് കൗ മിൽക്ക്, ഇതിന്റെ എല്ലാ കൗ മിൽക്ക് ഈ 3.2 8.3 സ്പെസിഫിക്കലി ടു കേരളയാണ്. ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേറ്റ്സും ഈ മിൽക്ക് ഫാറ്റ് കണ്ടന്റ്, മിൽക്കിന്റെ ഫാറ്റ് SNF കണ്ടന്റിൽ ഡിഫറൻസ് ഉണ്ട് FSSAIയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം. പക്ഷെ കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് 3.2 8.3 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കുറച്ച് ടേംസ്. ഇത് യൂഷ്വലി നമ്മൾ ടേംസ് ആയിട്ട് തന്നെയാണ് പറയുക. ഇപ്പൊ നമ്മൾ സ്കിം മിൽക്ക് പറഞ്ഞു, മാക്സിമം 0.5% ഫാറ്റ്. അതുപോലെ ലോ ലാക്ടോസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര പെർസെന്റേജ് ലാക്ടോസ് ഉണ്ടാവണം? ലെസ് ദാൻ 1% ലാക്ടോസ്. ലാക്ടോസ് ഫ്രീ മിൽക്ക് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.1% ലാക്ടോസ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് 2 ഓപ്ഷൻ തരും. ലോ ലാക്ടോസ് മിൽക്കിൽ ലാക്ടോസ് കണ്ടന്റ് ലെസ് 1% തരും, ലെസ് ദാൻ 0.1% തരും. അപ്പൊ നമുക്ക് രണ്ടും കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടാവണം. നമുക്കത് കുഴപ്പമൊന്നുമില്ല. ലോ ലാക്ടോസ് മിൽക്ക് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1%. ലാക്ടോസ് ഫ്രീ മിൽക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലാക്ടോസും കളഞ്ഞിട്ടുള്ളതായിരിക്കണം. അപ്പൊ നമ്മളൊരു ലെസ് ദാൻ 0.1%. ലാക്ടോസ് ഫ്രീ മിൽക്ക് യൂഷ്വലി ഒരു പോപ്പുലേഷന് വേണ്ടിയിട്ടാണ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ലാക്ടോസ് ഫ്രീ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Total urea content in milk shall not be more than 700 ppm. Total sodium content in milk shall not be more than 650 mg per 100 gram SNF. എല്ലാം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ യൂറിയ കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് MCക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ PPT വായിക്കുമ്പോൾ അതെല്ലാം വായിച്ച് ഓർത്ത് വെച്ചാൽ മതി. Thank you.